കണ്ടില്ല? നിങ്ങൾ കണ്ട പടം കണ്ടോ? ഓക്കെ, പടം മോനെ അസാധ്യ വൈബാണ്, നല്ല മൂടാണ്, ഒരു ഉത്സവം കഴിഞ്ഞ് ഇറങ്ങിയ ഒരു പ്രതീതി. എല്ലാവർക്കും കാണാം, എല്ലാവർക്കും, കൊച്ചു കുട്ടികളോട്ട് വലിയ പ്രായമുള്ള ആൾക്കാർക്ക് ഓരോ ദഹിക്കുന്ന മനസ്സിലാവുന്ന. അതെ, തീർച്ചയായിട്ടും നല്ല പരിപാടിയാണ്. എല്ലാവർക്കും എൻ്റെ നീയല്ലേ പറയാനുള്ളത്? കണ്ടിട്ട് നീ എന്നെ പേഴ്സണൽ വിളിച്ച് പറയണം, നമ്പർ എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം. പടം എനിക്ക് പൊതുവെ റിപ്പോർട്ടിങ്ങിനെ അറിയില്ല. ജെയുടെ അത്രയും എനിക്ക് തോന്നിയില്ല. പടം കോമഡിയാണ്, ബേസിക്കലി ത്രൂ ഔട്ട് കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. പക്ഷേ ആ കോമഡി അത്ര ലോജിക്കലായിട്ട്, പടം അത്ര റിയലിസ്റ്റിക് ലോജിക്കലായി തോന്നുന്നില്ല. നമ്മൾ തലച്ചോറില്ല പടം കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. നമ്മൾ യുക്തിപൂർവ്വമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒരു കല്യാണ സംബന്ധമായ കാര്യമാണ്. കോമഡി റൊമാൻസൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കഥയോ പൃഥ്വിരാജ് എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ആയാലും ബേസിലായാലും എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ പടത്തിന് ഒരു റിയലിസ്റ്റിക് മൂഡില്ല, റിയലിസ്റ്റിക് അല്ല, ലോജിക്ക് വളരെ കുറവാണ്. ജെയുടെ അത്ര വരില്ല. ഞാൻ ആദ്യം കോമഡി എൻജോയ് ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നിലവാരം താഴ്ന്നു കൊടുക്കും. ആദ്യം കുഴപ്പമില്ല. ഇതിന് ബേസിൽ സ്ഥിരം എല്ലാ പടത്തും കോമഡി ചെയ്യുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. പൃഥ്വിരാജ് കുറഞ്ഞനുസരിച്ച് കോമഡി ചെയ്യണം. പടം കണ്ടിരിക്കാം, എനിക്ക് അങ്ങോട്ട് പടമൊന്നുമല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. എല്ലാവരുമായിട്ടും നമുക്ക് എൻജോയ് ചെയ്ത് പടം കാണാൻ പറ്റും. എന്തോ രാജുവേട്ടനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. നല്ല ഇതായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല ഇതായിരുന്നു. ബസ്സിൽ നല്ല പിന്നെ നല്ല നമ്മളോടൊക്കെ നല്ല സൗഹൃദവും. ബസ്സിലെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു. നമുക്ക് എല്ലാവരും നന്നായിട്ട് നല്ല പൃഥ്വിരാജിൻ്റെ പ്രത്യേക അഭിനയം. കാരണം കോമഡി പൃഥ്വിരാജ് ഫുള്ളായിട്ട് വർക്കൗട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് കാണുക. സൂപ്പർ പടം. മെയ് 16 എന്ന ദിവസം മലയാളികൾ മറക്കാൻ പറ്റാത്തൊരു ദിവസമായി തീരും. അത് യാതൊരു സംശയമില്ല. കാരണം പടം തുടങ്ങി നമുക്കൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വിചാരിച്ചു ഈ പടം എങ്ങനെ പോകും. നന്നായിരുന്നു. അതെല്ലാം നന്നായിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ട് രസിക്കാവുന്ന ഒരു ടൈപ്പ് പടം. ബേസിൻ്റെ ആയാലും മറ്റേ പൃഥ്വിരാജിൻ്റെ ആയാലും പെർഫോമൻസ് വൈസ് നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. അതൊക്കെ രസമാണ്. നമുക്ക് തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്ത് കാണാമെന്നുള്ളൊരു പടമുണ്ട്. എന്തായാലും എടുക്കണ കാശ് മുതലാവും, ടിക്കറ്റ് കാശ് മുതലാവും. അതെ, ഒരുമിച്ചാണ്. അതായത് ഒരു കല്യാണത്തിന്റെ ഇതാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ കോമഡിയാണ്, ഫുൾ കോമഡി പടമാണ്. അങ്ങനെയാണോ പറയാം. അതായത് മറ്റേ ബേസിലായാലും നല്ല രീതിയിൽ, ബേസിലും പൃഥ്വിരാജും ഇവർ രണ്ടുപേരും കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൊള്ളാം. BGM എടുത്തു പറയേണ്ട സംഭവം. അതായത് ചില നേരത്തൊക്കെ BGM വരുമ്പോൾ നമുക്ക് തന്നെ ഒരു കോരിത്തെരിപ്പില്ലേ, അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ ക്ലൈമാക്സിലായപ്പോൾ പൃഥ്വിരാജിന്റെ ഫൈറ്റ് വരുമ്പോൾ അപ്പോഴും ഒരു BGM ഉണ്ട്. അതൊക്കെ കിടക്കിണ്ട്. എന്തായാലും കൊള്ളാം. അല്ല, അങ്ങനെ കുലപതി ആക്കുമൊന്നും വേണ്ട. നിങ്ങള് പടം കണ്ടിട്ട് വർക്കായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓഡിയൻസ് ആണ്. എന്റർടൈൻമെന്റ് ആണ്. ഇതൊരു കോമഡി, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും വന്ന് കാണുക. നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. കാരണം ഞങ്ങളിത് ഓൾറെഡി എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും രാജേട്ടനെ ആണെങ്കിലും ബേസിലാണ്. അളിയനളിയൻ ബന്ധമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വർക്കായിരിക്കുന്നത്. അതാണ് ഈ പടം തന്നെ. അതൊന്നും അറിയത്തില്ല, അതൊക്കെ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് വർക്കായിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം. എല്ലാവരും വന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഓഡിയൻസ് ആണല്ലോ തീരുമാനിക്കുന്നത്. നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം അടിപൊളി. താങ്ക് യു. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ജോമോന് ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആട്ടോ. പിന്നെ സാഫ് ബോയ്, ഇവരുടെ ഒരു കോംബോ കിട്ടിലാണ്. നല്ല രസമുണ്ട്, വൈബാണ്. എനിക്ക് പറഞ്ഞ പോലെ 18+ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഇതിലേക്കാ. അപ്പൊ അതിന്റെ ഒരു റിലാക്സ് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ബിബിൻ ചേട്ടൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹോബിനൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല, ടു ബി ഓണസ്റ്റ്, ഒരു രക്ഷയില്ല. അതായത് നമുക്ക് ഇവരൊക്കെ TV-യിൽ കണ്ട് പരിചയമുള്ളൂ. അപ്പൊ ഇവരെ ആക്ട് ചെയ്യണത് എങ്ങനെ നമുക്കറിയില്ല. ഇത് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര വണ്ടറായി പോയി. അപ്പൊ അപ്പത്തൊട്ട് നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ്, എങ്ങനെയായിരിക്കും ഇത് തിയേറ്ററിലെ ആൾക്കാർ പറയണ്ടാവുക എന്നൊക്കെ ഉള്ളത്.
ആ ഒരു കൈൻഡ് ഓഫ് കിക്കാണത്. അത് ആ കിക്കിലാണുള്ളത്. നമുക്ക് എടുത്തു പറയാവുന്ന ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള ചിത്രം. പൃഥ്വിരാജ് സുകുമാരനും അതേപോലെ ബേസിൽ ജോസഫും നിഖിലയും അനശ്വരയും കൂടി ചേർന്നപ്പോൾ നല്ലൊരു കോംബോ ആയിരുന്നു വിപിൻ ദാസ് ഒരുക്കിയത്. അത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ റോളുകളെല്ലാം എല്ലാവരും ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും ഒട്ടും ബോറടിക്കാതെ തന്നെ കാണാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഗുരുവായൂർ അമ്പലനടൻ എന്ന ചിത്രം ചർച്ച തന്നെ പെടും. ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു ചിത്രം. 100 കോടി ക്ലബിൽ കയറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. പൃഥ്വിരാജ് സുകുമാരൻ്റെ അടുത്ത 100 കോടി ക്ലബിൽ കയറാൻ പോണ ഒരു ചിത്രമാണിത്, ഗുരുവായൂർ അമ്പലനടൻ. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നോക്കുമ്പോൾ പടം വേറെ ലെവലാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ആരെയാ പറയില്ല. പക്ഷെ അത് പടത്തിൻ്റെ ലെവലിൽ മാറി. ഒരു മാരക പടം ഇഷ്ടംപോലെ ചിത്രമുള്ള പടം. സ്റ്റാർട്ടിംഗ് പോലെ